ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിധിയാസ് ഫുഡ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ മട്ടൻ കബ്സയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. അത് വലിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നല്ല വൃത്തിയായി കഴുകി വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മട്ടൻ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ ചൂടാവാൻ വച്ചിട്ടുണ്ട്. ചൂടായി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വന്നാൽ ഇതിലേക്കിനി ഒരു ബേ ലീഫ്, 3 കഷ്ണം പട്ട, 5 ഗ്രാമ്പു, 4 ഏലക്ക, പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക് എന്നിവ ഞാനിവിടെ എടുത്തു വച്ചിട്ടുണ്ട്. അത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് വഴറ്റി കൊടുക്കാം. ശേഷം ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 2 സവോള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവോളയൊക്കെ നന്നായിട്ട് വഴണ്ട് അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പരുവത്തിന് വേണം സവോള വഴണ്ട് വരാൻ. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കബ്സ മസാല ചേർത്ത് കൊടുക്കാം. ഇതും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 3 തക്കാളി മിക്സിയിലിട്ട് നന്നടിച്ച് ജ്യൂസാക്കി എടുത്തതാണ് കേട്ടോ. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ തക്കാളിയുടെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോയിട്ട് അതിനകത്ത് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരും. ഇപ്പം തക്കാളിയൊക്കെ കുക്കായിട്ട് എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ സ്റ്റോക്സിൻ്റെ ക്യൂബ്സാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ ഇവിടെ മാഗി ക്യൂബാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു പാക്കറ്റിൽ 2 എണ്ണമാണ് വരുന്നത്. അതിൽ ഞാൻ 1 എണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് പൊടിച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്കൊരു ഡ്രൈ ലെമണും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വച്ചിരുന്ന മട്ടൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ മട്ടൻ പീസിൻ്റെ എല്ലാ ഭാഗത്തും ഈ മസാല വരത്തക്ക രീതിയിൽ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് വെള്ളം കൂടിയാണ്. അതും കൂടി ഒഴിച്ച് ഒന്നുകൂടി യോജിപ്പിച്ചതിന് ശേഷം ഇത് നമുക്കിനി അടച്ചു വച്ചിട്ട് ഒരു 4 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ആദ്യത്തെ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ടും പിന്നീടുള്ള 3 വിസിലുകൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഓരോ സ്ഥലത്ത് കിട്ടുന്ന മട്ടൻ്റെ ഇറച്ചിക്കനുസരിച്ച് അതിൻ്റെ വേവിന് മാറ്റം വരാം കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ വിസിലുകളുടെ എണ്ണത്തിൽ മാറ്റം വരുത്തി കുക്ക് ചെയ്യണം കേട്ടോ. മട്ടൻ വേവുന്ന സമയം കൊണ്ട് ഞാനിവിടെ ഒരു 4 കപ്പ് ബസ്മതി അരി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ് വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 4 വിസിലുകൾക്ക് ശേഷം പ്രഷറൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞാൻ കുക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. മട്ടനൊക്കെ വെന്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ വലിയൊരു പാന് ചൂടാവാൻ വച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച മട്ടന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ മട്ടൻ്റെ ഈ സ്റ്റോക്ക്, അതായത് ചാറെന്ന് പറയുന്നത് 2 കപ്പ് ഉണ്ട്. ഞാനത് നേരത്തെ അളന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മട്ടൻ്റെ സ്റ്റോക്ക് നമുക്കിപ്പം 2 കപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിവിടെ എടുക്കുന്നത് 4 ഗ്ലാസ് അരിയാണ്. അപ്പോൾ അതിന് 8 ഗ്ലാസ് വെള്ളമാണ് നമുക്ക് അരി വേവാൻ ആവശ്യമായിട്ടുള്ളത്. അതിൽ 2 കപ്പ് സ്റ്റോക്ക് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊരു 6 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. അത് വെറും വെള്ളം ചേർത്ത് കൊടുക്കരുത്, നല്ല ചൂടുള്ള വെള്ളം വേണം ഇനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് 6 കപ്പ് നല്ല ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം.
ഞാൻ മട്ടൻ വേവിച്ച അതേ കുക്കറിലാണ് വെള്ളം ചൂടാവാൻ വെച്ചത് കേട്ടോ. അതുകൊണ്ടാണ് വെള്ളത്തിന് ഈ കളറേ. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പം ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ കഴുകി ഊറ്റി വെള്ളം വാലാൻ വച്ചിരുന്ന അരിയാണ്, ബസ്മതി അരിയുണ്ട് 4 കപ്പ്. അതിലോട്ട് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും 3 പച്ചമുളകും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് നോക്കിയിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് നോക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണേ. ശേഷം ഇത് വീണ്ടും അടച്ച് വെച്ച് വെള്ളമൊക്കെ മുഴുവൻ വറ്റി അരി നന്നായിട്ട് വെന്ത് കിട്ടുന്നത് വരെ വീണ്ടും അടച്ച് വെച്ച് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടും തയ്യാറാക്കാൻ പറ്റിയ മട്ടൻ കബ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.